ഇന്നലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഗാർഡനർ രാജുവണ്ണൻ്റെ മോളുടെ വിവാഹമായിരുന്നു. കനകപുരം റോഡിലുള്ള മുനീശ്വര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് പോയായിരുന്നു കേട്ടോ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട്. നല്ലൊരു അടിപൊളി ക്ഷേത്രമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും താലികെട്ടൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതാണ് രാജുവണ്ണൻ, അദ്ദേഹത്തിൻ്റെ മകളും ഹസ്ബൻഡും ആണിത്. അപ്പോൾ വധുവരന്മാരെ അനുഗ്രഹിക്കുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഇതുപോലെ അവരെ ഇങ്ങനെ ഇരുത്തിയിട്ട് കയ്യിൽ നാളികേരം കൊടുത്ത് തലയിൽ അരിമണികൾ തൂകിയിട്ട് പാല് ധാരധാരയായി ഒഴിച്ചാണ് എല്ലാവരും അവരെ അനുഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ കഷ്ടപ്പാടാണ്. ഇവരിങ്ങനെ തേങ്ങയും പിടിച്ചിങ്ങനെ ഇരിക്കണ്ടേ. ഒത്തിരി പേര് അങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് അനുഗ്രഹിക്കുകയായിരുന്നു. ഞങ്ങളും ചെയ്തു കേട്ടോ. അത് നല്ലൊരു ആംബിയൻസ് ഉള്ള ക്ഷേത്രമായിരുന്നു. നിറച്ച് ആൽമരങ്ങളാണ്. ഇപ്പം മുനിയുടെ വേഷത്തിലാണ് പ്രധാന വിഗ്രഹം ഇരിക്കുന്നത്. പന്തലൊക്കെ നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആടിനെയും കോഴിയെയൊക്കെ ബലി കൊടുക്കുന്ന ചടങ്ങ് നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒത്തിരി ആളുകൾ ഇങ്ങനെ ടീമായിട്ട് വന്നിട്ട് ഈ ബലി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ബലി കൊടുത്ത ആടിനെയും കോഴിയെയും വെട്ടി സദ്യ നടത്തുകയാണ് ചെയ്യുന്നത്. അതൊരു വഴിപാട് പോലെ ചെയ്യുന്നതാട്ടോ. അതിനുശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ കയറി. ടിപ്പിക്കൽ കർണാടക സദ്യ ആയിരുന്നു കേട്ടോ. സദ്യ വിളമ്പുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഇല വാഷ് ചെയ്യണം കേട്ടോ. അത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. എന്താണെങ്കിലും അതിൻ്റെ ഇലയുടെ അഴുക്കും കാര്യങ്ങളൊക്കെ കളയാനായിരിക്കും മെയിൻ ഉദ്ദേശം. അതിനുശേഷം സ്വീറ്റ്സും ബജ്ജിയൊക്കെ വിളമ്പും, സാലഡ്. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഹോളിഗ വരും. ഹോളിഗ നെയ്യൊക്കെ ഒഴിച്ചിട്ടാട്ടോ കഴിക്കേണ്ടത്. ഞങ്ങൾ ട്രാങ്കിൽ നിന്നുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാട്ടോ ഫുഡ് കഴിച്ചത്. ഹോളിഗ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പൂരി വരും. പൂരിയും സബ്ജി എന്തെങ്കിലും ഉണ്ടാവും. ചില സ്ഥലത്തൊക്കെ പൂരിക്ക് പകരം മസാല ദോശയൊക്കെ വിളമ്പും കേട്ടോ. അതിനുശേഷമാണ് മെയിൻ കോഴ്സായ പുലാവ് വരുന്നത്. പുലാവും സാലഡും. അത് കഴിച്ച് കഴിയുമ്പോൾ വൈറ്റ് റൈസും സാമ്പാറും. അത് കഴിച്ച് കഴിയുമ്പോൾ വൈറ്റ് റൈസ്, രസം, ലാസ്റ്റ് വൈറ്റ് റൈസും മോരും. അങ്ങനെയാണ് ഓരോ ഘട്ടമായിട്ടാട്ടോ സദ്യ. ഇതുപോലെ തിരിച്ച് ഇല മടക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ രാജുവണ്ണനും വൈഫിനും ഒക്കെ വളരെ സന്തോഷമായി ഞങ്ങളെല്ലാവരും ചെന്നൈയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ കുങ്കുമമൊക്കെ തന്നു, ഗിഫ്റ്റും ഒക്കെ തന്നിട്ടാട്ടോ വിട്ടത്. അപ്പോൾ രാജുവണ്ണനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും.